ഖാറൂനിന്റെ ചരിത്രം. വിവരം ഇല്ലാത്ത ആളല്ല ഖാറൂൻ. ഖാറൂന് പണ്ഡിതനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മകനാണ്. ആ ഖാറൂന് മൂസാ നബിയും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ തൗറാത്ത് നന്നായി വായിക്കാനും പഠിപ്പിക്കാനും പ്രബോധനം നടത്താനൊക്കെ നല്ല പ്രാവീണ്യം നേടിയ ആളാണ്. പക്ഷേ സമ്പത്തിൽ പരീക്ഷിക്കപ്പെട്ടു പോയി. സമ്പത്ത് കൊണ്ട് സുഖിച്ച് പരിധി വിട്ട് സുഖിച്ചു. ആ സമ്പത്ത് കാരണം തന്നെ ഖാറൂൻ ഇന്നും ഭൂമിന്റെ അടിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി വിഴുങ്ങിയതാണ് ഖാറൂനെയും ഖാറൂന്റെ കൊട്ടാരത്തെയും. അള്ളാഹുവിന്റെ തീരുമാനം നോക്ക് നിങ്ങൾ. ആ കൊട്ടാരത്തിലാണ് കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നത്. കോടിയല്ല, കോടാനക്കോടി. കാരണം അതിന്റെ കണക്ക് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. എത്ര കണക്ക് പറയേണ്ടത്? മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ. ഖാറൂന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ കണക്ക് അല്ലാഹു അങ്ങനെയാ പറഞ്ഞത്. നല്ല ആരോഗ്യമുള്ള കുറച്ച് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം താക്കോലുകളുണ്ട്. നിധിശേഖരങ്ങളുടെ താക്കോല് ഒരൊട്ടകത്തിന്റെ പുറത്ത് തന്നെ എത്ര ടണ്ണ് താക്കോല് ചുമക്കും? അപ്പൊ ആ ഒട്ടകത്തിന്റെ പുറത്തുള്ള താക്കോലുകളുടെ ഖജനാവുകൾ എത്ര ഉണ്ടാകും? അതൊരു 10 ഒട്ടകങ്ങളെ പുറത്താണ് താക്കോൽ ചുമക്കുന്നതെങ്കിൽ ഖജനാവിൽ എത്ര ഉണ്ടാവും? അതാ പറഞ്ഞ കണക്ക് നമുക്ക് കൂട്ടാൻ കഴിയൂല. അത്രയും അധികം അല്ലാഹു തആല നൽകിയിട്ട് ദീനിന് കൊടുക്കാൻ പിശുക്ക് കാണിച്ചു. അവിടെയാണ് ഖാറൂൻ തോറ്റത്. എവിടെ കൊടുക്കാൻ? സക്കാത്ത് കൊടുക്കാൻ. ചെറിയ ഒരു നിർബന്ധമായ വിഹിതമാണ് സക്കാത്ത് എന്ന് പറഞ്ഞത്. ഒരാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെ പകുതി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സക്കാത്തിന്റെ കണക്ക് നോക്ക് നിങ്ങൾ. ഏത് സക്കാത്തിനും കണക്ക് നോക്ക് നിങ്ങൾ. കാൽഭാഗം കൊടുക്കാൻ പറഞ്ഞു, അതും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ അതിന്റെ ശതമാനം മൊത്തം കൂട്ടിയിട്ട് 20% കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഇല്ല. വളരെ ചുരുങ്ങിയതല്ലേ സഹോദരങ്ങളെ പറഞ്ഞത്? ചുരുങ്ങിയ കണക്ക്. ആ ചുരുങ്ങിയ കണക്കും കൂടി കൊടുക്കാൻ പിശുക്ക് കാണിച്ചു. ഒന്നും കൊടുക്കൂല എന്ന് ഖാറൂൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, സമ്പത്ത് കൊണ്ട് പിന്നെ വഴികെട്ട പ്രവർത്തനം നടത്തി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിച്ചു. എങ്ങനെ? ഒരു മധുര 17കാരിയായ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്നു. ആ പെൺകുട്ടിയോട് പറഞ്ഞു, കൊട്ടാരത്തിൽ അങ്ങനെ തരാ ഇങ്ങനെ തരാ, നിന്നെ കല്യാണം കഴിക്കാം. ഇല്ലേ, മുതലാളിയല്ലേ? ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുഴുവനും ആഭരണങ്ങൾ അണിയിപ്പിച്ചു. പക്ഷെ ഒന്ന് പറയണം, ആ പെൺകുട്ടി ഞാനും മൂസാ നബി അലൈഹിസ്സലാമും അവിഹിത ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്ന് പറയാനാ കൊണ്ടുവരുന്നത്. ആ പെൺകുട്ടി സ്റ്റേജിൽ വന്ന് തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലിയുടെ മുന്നിൽ അത് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായി പോയിട്ട് വിവരം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ആ സദസ്സിന്റെ മുന്നിലെത്തി പെൺകുട്ടിയോട് ചോദിച്ചു, പെണ്ണേ, നീ പറഞ്ഞ മൂസയെ നീ കണ്ടിട്ടുണ്ടോ? പെണ്ണേ, കണ്ടിട്ടുണ്ടെങ്കിൽ നീ പറയൂ, എവിടെ വെച്ചാണ് എപ്പോഴാണ് കണ്ടത് എന്ന് പറയൂ. പെൺകുട്ടി ചോദിച്ചു, നിങ്ങളാണോ മൂസാ നബി അലൈഹിസ്സലാം? അതെ, ഞാനാണ്. ഇല്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോയതാണ് ഞാൻ. ഖാറൂന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ നിരപരാധിയാണ്. ഇക്കണ്ട സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്ക് വെച്ച് നീട്ടി. മാത്രമല്ല ജീവിത സഖിയാക്കി എന്നെ കൂട്ടാമെന്നും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കൊട്ടാരത്തിൽ വലിയ സ്ഥാനമോഹങ്ങളൊക്കെ എനിക്ക് നൽകിയപ്പോ ഞാൻ അതിൽ പെട്ടുപോയതാണ്. പെൺകുട്ടി അതിന്റെ നിരപരാധിത്വം തുറന്നു പറഞ്ഞു. പക്ഷേ വിവരമുള്ള ഖാറൂൻ സമ്പത്ത് കൊണ്ട് ജയിക്കേണ്ടിടത്ത് തോറ്റുപോയതാണ്. അതുകൊണ്ടാണ് ഹദീസിൽ ഇവിടെ പറഞ്ഞത്, വൽ കസീറ മിൻഹാ യുത്ഗീ. അധികം വരുന്നത് വഴിതെറ്റിച്ചു കളയും, ശ്രദ്ധിക്കണം. അധികം വരുന്നത് വഴിതെറ്റിച്ചു കളയും, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇത്രയും അധികം സമ്പത്ത് അല്ലാഹു തആല കൊടുത്തിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർബന്ധമായി ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പിശുക്ക് കാണിച്ച ഖാറൂൻ അതിന് പുറമെ സമ്പത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ വഴികെട്ട പ്രവർത്തനം നടത്തിയത്. ഒരു നബിക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം കടുത്ത വിഷയമാണത്. അതിനാണ് ആ പെണ്ണിന്റെ കയ്യിൽ മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ കഴുത്തിലും കാതിലും അരയിലും ഒക്കെ നന്നായിട്ട് കെട്ടിത്തൂക്കിയത്. അതിനാണ് ആ പെണ്ണിന് കൊട്ടാര ജീവിതം വാഗ്ദാനം ചെയ്തത്. ഇതൊക്കെ സമ്പത്തിന്റെ പേരിലല്ലേ കളിച്ച കളി. മൂസാ നബി അലൈഹിസ്സലാം 2 റക്അത്ത് നിസ്കരിച്ച പടച്ച റബ്ബിനോട് ചോദിച്ചു, റബ്ബേ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹു തആല മൂസാ നബിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഭൂമി വിട്ടു തന്നിരിക്കുന്നു, ഭൂമിയോട് പറഞ്ഞോളൂ.
മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാറൂനിന്റെ കൂടെ നിൽക്കാനുള്ളവരൊക്കെ നിന്നോളൂ, മാറാനുള്ളവർ മാറിക്കോളൂ. കുറച്ചാൾക്കാർ ആദ്യഘട്ടത്തിലൊക്കെ നിന്നു. ജയിച്ചാൽ കൊട്ടാരത്തിലൊരു സീറ്റ് ഉറപ്പ്. എന്നാൽ ഖാറൂന്റെ സമ്പത്ത് കണ്ടാണ് ആ കൂടെ നിൽക്കുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഒരു മുതലാളി ഇല്ല സമ്പത്തിനോടൊക്കുന്നത്, ഒറ്റൊന്നില്ല. ലോകരാഷ്ട്രത്തിലുള്ള കോടിപതികളെ മൊത്തം കൊന്നു കൂട്ടി നോക്കിയാൽ ആ സമ്പത്തിന്റെ ഒരു ഭാഗത്തൂല. അതുകൊണ്ടാണ് ഖുർആൻ അത്തരത്തിൽ അതിന്റെ കണക്ക് പറഞ്ഞത്. ഇപ്പോഴുള്ള കോടിപതികളെ മൊത്തം കൊണ്ട് കൂട്ടിക്കൊണ്ട് ഒരു 500 എണ്ണം ഖാറൂന്റെ സ്വത്തിന്റെ ഒരു ചെറിയൊരു ഭാഗത്തെത്തൂല. അത്രയും വിശാലമായ സമ്പത്താണ് അള്ളാഹു കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് കളിച്ച കളിയാണിത്. രക്ഷപ്പെടാൻ കഴിഞ്ഞോ? രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിൽക്കുന്നവർ നിന്നോട്ടോ, മാറിക്കോളൂ, ശിക്ഷ വരാൻ പോവുകയാണ്, ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയൂല. ബക്കറ്റ് വരുന്നുണ്ട്. വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നമ്മളെ സദസ്സിന്റെ സമാപനം കൂടിയാണ്. നല്ല സംഭാവന ഇട്ടുകൊടുക്കുക. നമ്മൾ നേരത്തെ നിർദ്ദേശിച്ച നമ്മുടെ സ്ഥാപന സംരംഭത്തിന് വേണ്ടി ഇന്നലെ പലരും സഹായങ്ങൾ, വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും ഉസ്താദ് അവർകളോട് വിളിച്ചു പറഞ്ഞവരുണ്ട് പലരും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ റിഫായി എന്ന് പറയുന്ന സഹോദരൻ ഒരു 100 സ്ക്വയർ ഫീറ്റ് ആ വിഷയത്തിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഹലാല ലക്ഷ്യങ്ങൾ മുഴുവനും അള്ളാഹു ഹാസിലായി കൊടുക്കട്ടെ. ഒരുപാട് കാലം ദീനിൻ്റെ ഖിദ്മത്തിന് എല്ലാവിധ ബറക്കാത്തുകളും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരെ കച്ചവടങ്ങളിലും കാര്യങ്ങളിലൊക്കെ അള്ളാഹു തആല നല്ല അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ആരെല്ലാം ആ കുടുംബക്കാരിൽ നിന്ന് വിടപറഞ്ഞവരുണ്ടോ എല്ലാവരെ ഹദ്റത്തിലേക്കും ഈ മജ്ലിസിന്റെ വലിയ സന്തോഷം അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദ്വാരക്കണം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, സമാപനം കൂടിയാണ്. ഞാൻ ആയത്തൊന്ന് ചെറിയ രൂപത്തിൽ നിന്ന് വിശദീകരിച്ച് നിർത്തും. നേരത്തെ ഉസ്താദ് അവർകൾ ഉണർത്തി മാസാന്ത ദിക്റിന്റെ ഭാഗമായിട്ടൊരു 100 തഹ്ലീലും കൂടി ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്കേണ്ടതുണ്ട്. കൊടുത്ത കവറുകൾ ആ ബക്കറ്റിൽ ഇടാൻ മറക്കരുതെന്നും കൂടി അറിയിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഖാറൂന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ നിന്നോളൂ എന്ന് രണ്ടാം പ്രാവശ്യം പറഞ്ഞപ്പോൾ പിന്നെ വിരലിലുണ്ടാവുന്ന കുറച്ചാളായി ബാക്കിയുള്ളവരൊക്കെ മാറി. മൂന്നാമത്തെ പ്രാവശ്യം കുറച്ച് ഊക്കിൽ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. ഇനി പറയിലോട്ടെ, ലാസ്റ്റ് മൂന്നാമത്തെ ഘട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ 2-3 ആൾക്കാർ മാത്രമേ, ബാക്കിയുള്ളവരൊക്കെ മാറി. പിന്നെ ഭൂമിയോട് പറഞ്ഞു, യാ അർളു ഖുദീഹിം, ഭൂമി അവരെ പിടിക്കൂന്ന് പറഞ്ഞു. പിടിക്കൂന്ന് പറഞ്ഞപ്പോഴേക്ക് തായോട്ടൊരു വലി, ഒരൊറ്റ വലിച്ചപ്പോൾ കാൽമുട്ട് വരെ താഴ്ന്നു പോയി. രണ്ടാമതും മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാറൂന് കുടുംബക്കാരനാണ്, അങ്ങോട്ടൊന്നും മൂസാ നബി അലൈഹി സ്വലാം ഒരു നോട്ടവുമില്ല. യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി എന്ന് പറഞ്ഞു. ഊരഭാഗം വരെ തായോട്ട് വലിച്ചു. ജനങ്ങളൊക്കെ കാണുകയാണ് സഹോദരങ്ങളെ തായോട്ട് വലിക്കുന്നത്. മൂന്നാമതും പറഞ്ഞു, യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി, സ്തനഭാഗം വരെ വലിച്ചു. ആർത്തട്ടഹസിച്ചുകൊണ്ട് ഖാറൂൻ പറഞ്ഞു, മൂസാ അല്ലാഹ വർ-റഹീം, മൂസാ അല്ലാഹ വർ-റഹീം, നമ്മൾ കുടുംബക്കാരനാണ് എന്ന് ഓർക്കണം, പടച്ചോനെ ഓർത്ത് രക്ഷപ്പെടുത്തണം. മൂസാ നബി അലൈഹി സ്വലാം ഒറ്റ പറച്ചിൽ പറഞ്ഞു, യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി അങ്ങ് തായോട്ട് പിടിച്ചു കൊണ്ടുപോയി. തലേ ദിവസം കൂടെ നിന്ന ആളുകൾ പിറ്റേന്ന് ആ സ്ഥലത്ത് വന്നുകൊണ്ട് അവർ പറയുകയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, പടച്ച റബ്ബ് അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അടിയിലുണ്ടാകും. അള്ളാഹു ചെയ്ത അനുഗ്രഹം കൊണ്ട്, ഔദാര്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഭൂമിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നും ഖാറൂന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അവന് ഏറ്റവും താഴ്ചയാണ് അള്ളാഹു കൊടുക്കുന്നത്, വലിയ ശിക്ഷയാണ് അള്ളാഹു തആല കൊടുക്കുന്നത്. എന്തേ കാരണം? സമ്പത്ത് കൊണ്ട് വഴികെട്ട പ്രവർത്തനം നടത്തിയതാണ് കാരണം. സഹോദരങ്ങളെ,